ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഷൈനാണ് വണ്ടി. സർവീസായിട്ട് കയറിയതാണ്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാം, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്കും ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടാങ്ക് ബാഗ് പറഞ്ഞാൽ സെറ്റ് ചെയ്യണം. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ബാക്കിലത്തെ ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറിനെ കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഹബിനകത്ത് കുറച്ച് ലൈനർ ഒറിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്തിട്ടാകുമ്പോഴത്തേക്കും ബാക്ക് ബ്രേക്കൊക്കെ ഓക്കെ ആയിക്കോളും. പിന്നെ വീൽ ബെയറിങ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനും ആവറേജ് ഏകദേശം നമുക്കൊരു 80% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെയിൻ ലൂസ് ഉണ്ട്, നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. കമ്പനി ഫിൽറ്ററാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് യൂസ് ചെയ്തത് കേട്ടോ. വലിയ പഴക്കമായിട്ടില്ല, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ബാറ്ററി നമ്മൾ കൂടുതലും ചെക്ക് ചെയ്തുകൊണ്ട് എക്സിഡൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കണ ബാറ്ററി. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.95 വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 9.25. നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല കേട്ടോ. പിന്നെ നമ്മളതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. ടാങ്ക് ബാഗ് പറഞ്ഞത് മാറ്റിയിട്ട് പുതിയതൊന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ എസ്റ്റിമേറ്റിൽ പെടുത്തിയേക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറിൻ്റെ കണ്ടീഷനെല്ലാം അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഷോക്കും ലീക്കേജ് കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ കാണുന്നില്ല. കോൺസെപ്റ്റ് ചെറിയൊരു ലൂസുണ്ട്, അതേപോലെ ചെറിയൊരു അടിയുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഫ്രണ്ട് ബ്രേക്ക് ഉണ്ടായില്ല, അപ്പോൾ ബ്രേക്ക് പാഡൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ. അതേപോലെ തന്നെ കാലിപ്പറിൻ്റെ ബ്രാക്കറ്റ് അസംബ്ലിയൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവൽ വളരെ കുറവായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് തന്നെയാണ് ബ്രേക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിവിടെ MC സബിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് കാണുന്നുണ്ട്. അപ്പോൾ ആ വഴിക്കാണ് ഈ ഫ്ലൂയിഡ് ലീക്കായി പോണേ. അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമുക്ക് അതിൻ്റെ MC സബ് അസംബ്ലി മാറ്റി. കാരണം ഇവിടെ ലീക്ക് വന്നെങ്കിൽ അത്രയും അതിൻ്റെ ഉള്ളിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ലീക്കേജ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ 100% പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് MC സബ് അസംബ്ലി മാറ്റിയിട്ട് പുതിയത് സെറ്റ് ചെയ്താലാണ് റെഡി ആവുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫ്ലൂയിഡ് ഒഴിച്ചപ്പോൾ ബ്രേക്ക് ലോഡായിട്ടുണ്ട്. ഫ്ലൂയിഡ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇടയ്ക്ക് അങ്ങനെ ലെവൽ കുറയും. ഈ സൈഡ് ലീക്ക് ഉള്ളതുകൊണ്ട് തന്നെ ലെവൽ കുറയാനുള്ള സാധ്യത കൂടുതലാണ്. വണ്ടി ഇപ്പോൾ നിലവിൽ 98,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 98,500 അത് 1,00,000 കിലോമീറ്ററിന് ഏകദേശം ഇനിയിപ്പോൾ ഒരു 1,000-1,500 കിലോമീറ്റർ ഓടിക്കുക 1,00,000 കിലോമീറ്റർ ആവും വണ്ടി. അത്രയും നമ്മൾ വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് 100% പെർഫെക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ചെയ്യാൻ പറ്റുള്ളൂ. MC സബ് അസംബ്ലി മാറ്റി പുതിയത് സെറ്റ് ചെയ്താലാണ് റെഡി ആവുള്ളൂ കേട്ടോ. തൽക്കാലം ഫ്ലൂയിഡ് ഒഴിച്ചപ്പോൾ ബ്രേക്ക് ലോഡായിട്ടുണ്ട്. പക്ഷെ അത് 100% ഒരു പരിഹാര മാർഗ്ഗമല്ല. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ സൈഡിൽ ഒരുക്കുമ്പോൾ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ ഭാഗമായാലും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ല കേട്ടോ. അപ്പോൾ വേറെ പ്രോബ്ലം ഒന്നും നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട സിറ്റുവേഷനൊന്നുമില്ല. അപ്പോൾ നിലവിൽ നമുക്കതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വീഡിയോ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണേ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടാം. അതിൻ്റെ MC മാസ്റ്റർ സബ് അസംബ്ലി, അതായത് ഡിസ്ക് ബ്രേക്കിൻ്റെ MC സബ് അസംബ്ലി മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതടക്കം പറയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അഡീഷണലായിട്ട് നമ്മൾ പറയാം. തൽക്കാലം ബ്രേക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആയിട്ടുണ്ട്. ലീക്കേജ് 100% മാറി ബ്രേക്ക് ക്ലിയർ ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ MC സബ് മാറണം. അതാണ് നമ്മൾ എടുത്ത് പറയണതിൻ്റെ കേസ് കേട്ടോ. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.